ലോകത്തെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ $400 ബില്യൺ ആസ്തി നേടുന്ന ആദ്യ വ്യക്തിയായി ടെസ്ല സ്പേസ് എക്സ് സിഇഒ ഇലോൺ മസ്ക്. ബ്ലൂംബർഗ് സൂചിക പ്രകാരമാണ് മസ്കിന്റെ പുതിയ റെക്കോർഡ് ലോകമറിയുന്നത്. മസ്കിന്റെ തന്നെ സ്ഥാപനമായ സ്പേസ് എക്സിന്റെ മൂല്യം ഏകദേശം $350 ബില്യൺ ഉയർത്തിയ ഇടപാടാണ് അദ്ദേഹത്തിന്റെ ഈ അപൂർവ നേട്ടത്തിന് നിർണായക സ്വാധീനം ചെലുത്തിയത്. സ്പേസ് എക്സിന്റെ ഇൻസൈഡർ ഷെയർ വിൽപ്പന മസ്കിന്റെ ആസ്തിയിൽ വർധനവുണ്ടാക്കി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മസ്ക് പിന്തുണ നൽകിയ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതും അദ്ദേഹത്തിന് അനുകൂലമായി. ഈ പിന്തുണ മസ്കിന്റെ സംരംഭങ്ങളുടെ മൂല്യമുയർത്തിയെന്നും റിപ്പോർട്ടുണ്ട്. ടെസ്ല, സ്പേസ് എക്സ് എന്നിവയെ കൂടാതെ മറ്റ് നിരവധി സംരംഭങ്ങൾക്കും മസ്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ്, ന്യൂറാലിങ്ക്, XAI, ബോറിംഗ് കമ്പനി എന്നിവയുടെ സിഇഒ കൂടിയാണ് ഇലോൺ മസ്ക്. അതേസമയം മസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പായ XAI കഴിഞ്ഞ നവംബറിൽ $50 ബില്യൺ നിക്ഷേപം സ്വീകരിച്ചതിനു ശേഷം വിപണി മൂല്യം ഇരട്ടിയായി വർദ്ധിപ്പിച്ചുവെന്നും വാൾസ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റിലും ഇലോൺ മസ്ക് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. മസ്കിനൊപ്പം ഇന്ത്യൻ വംശജനും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗവും കേരളത്തിൽ വേരുകളുമുള്ള വിവേക് രാമസ്വാമിയും ഉണ്ടാകും. പുതുതായി രൂപീകരിക്കുന്ന നൈപുണ്യ വികസന വകുപ്പായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ചുമതലയായിരിക്കും ഇവർക്ക്. ട്രംപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ മസ്കും വിവേകും ചേർന്ന് തന്റെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥതല പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കുമെന്നും അപ്രായോഗിക നിയന്ത്രണങ്ങൾ ഒഴിവാക്കുമെന്നും അധിക ചെലവുകളിൽ നിയന്ത്രിക്കുമെന്നും വ്യക്തമാക്കി. സർക്കാരിന്റെ കീഴിലെ ഫെഡറൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനഃക്രമീകരിക്കാനും ഇരുവരും മുൻകൈയെടുക്കും. സർക്കാരിലെ മാലിന്യങ്ങളെയും തട്ടിപ്പുകളെയും വെളിച്ചത്ത് കൊണ്ടുവരുമെന്നും അമേരിക്കയെ വീണ്ടും ഉന്നതിയിലേക്കുയർത്താൻ മസ്കിനും വിവേകിനും കഴിയുമെന്നും ട്രംപ് പറഞ്ഞു. ഡോജിന്റെ ഓരോ പ്രവർത്തനവും ഓൺലൈനിൽ ലഭ്യമാക്കി സുതാര്യത ഉറപ്പുവരുത്തുമെന്നും ഡോജ് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അറിയിക്കണമെന്നും ഇലോൺ മസ്ക് എക്സിൽ പ്രതികരിച്ചു. ക്യാബിനറ്റിലേക്ക് എത്തുന്ന കാര്യം വിവേക് രാമസ്വാമിയും എക്സിലൂടെ സ്ഥിരീകരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനു വേണ്ടി സജീവമായി പ്രചാരണ രംഗത്ത് മസ്ക് ഉണ്ടായിരുന്നു. 38-കാരനായ വിവേക് രാമസ്വാമി തുടക്കത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുണ്ടായിരുന്നെങ്കിലും പിന്നീട് ട്രംപിനു വേണ്ടി മാറുകയും പ്രചാരണ രംഗത്ത് ശക്തമായ സാന്നിധ്യമാവുകയും ചെയ്തിരുന്നു. വിവേക് തന്റെ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്ന സൂചന ട്രംപ് നേരത്തെ നൽകിയിരുന്നു.